ഇന്നൊരു ദാൽ തടുക്ക ഉണ്ടാക്കിയാലോ? ടെമൂന്ന് മേടിച്ച പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ നാൾ നിന്നേക്കുന്ന ഐറ്റം ആട്ടോ അത്. ഏകദേശം ഒരു 3.5 വർഷമായിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ സാധനത്തിന്. അപ്പോൾ പരിപ്പ് എടുത്ത് കുറച്ച് നേരം കുതിർക്കാൻ വയ്ക്കാം. 2 മണിക്കൂർ പരിപ്പ് കുതിർന്നിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ട് പരിപ്പ് വേവാൻ മാതിരി കുറച്ച് വെള്ളം ഒഴിക്കണേ. അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുറച്ച് സബോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി ഇട്ട് ഒരു വിസിലടിക്കുന്നവരെ കുക്കറിൽ പരിപ്പ് വേവിച്ച് വയ്ക്കാം കേട്ടോ. ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യും കൂടിയും ചൂടാക്കി എടുക്കാം. ചൂടായ നെയ്യിലേക്ക് കുറച്ച് ജീരകം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ജീരകം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ വറ്റൽമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും പച്ചമുളകും അതിലേക്ക് കുറച്ച് തക്കാളിയും അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതെല്ലാം ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ഞാൻ ഇടുന്നുണ്ടേ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് കസ്തൂരി മേന്തിയും കൂടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ നമ്മുടെ പരിപ്പ് ഓൾമോസ്റ്റ് റെഡിയാണേ. ഈ മസാല ഗാർണിഷിന് വേണ്ടി കുറച്ച് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ബാലൻസ് മസാലയിലേക്ക് നമ്മുടെ പരിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ സംഭവം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് മസാല ഗാർണിഷായിട്ട് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാവേ. എനിക്ക് ഈ ദാൽ തടുക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വെറുതെ കോരി കുടിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നോർത്ത് ഇന്ത്യൻ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരാണെങ്കിൽ ഇതൊരു ബോളിൽ കുറച്ച് സബോള അരിഞ്ഞതും ബട്ടറും ചേർത്ത് ദാൽ കഴിക്കും. നല്ല ടേസ്റ്റ് ആട്ടോ. കുറച്ച് നാരങ്ങയും കൂടിയും കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും.